തെഹ്റാൻ ഡയറക്ടഡ് ബൈ അരുൺ ഗോപാലൻ. ഈ ഒരു സിനിമ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ സിനിമ ഇറങ്ങിയിട്ട് കുറച്ചായിക്കണ്. തിയേറ്ററിൽ റിലീസ് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ Zee5 ആദ്യം OTT റിലീസ് ചെയ്തത്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലുണ്ട് സാധനം. നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ സിനിമ ഞാൻ എപ്പോഴാണ് കാണുന്നത്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ് തെഹ്റാൻ എന്ന് പറഞ്ഞത്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ശരിക്കും നടന്നൊരു സംഭവം ആണ്. മുഴുവനായിട്ടല്ല, സിനിമേൻ്റെതായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവും എന്തായാലും. പക്ഷേ അതിൻ്റെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞത് ശരിക്കും നടന്നൊരു സംഭവത്തിന് വെച്ചിട്ടാണ്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം സ്ലോ സ്പേസിൽ പോണ ഒരു മൂവിയാണ്. ഇന്ന് വെച്ചിട്ട് ടോപ്പിക്കിൽ നിന്ന് തെന്നി മാറി പോണ പരിപാടി ഒന്നും സിനിമയിലില്ല. പക്ഷെ ആ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ഇങ്ങനെ ഡെവലപ്പായി പോണ ഒരു മൂവിയാണ്. ആകെ ചില റിവ്യൂർമാർ ഇത് ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര റിയലിസ്റ്റിക് ആക്ഷൻ സീക്വൻസ് ആണ് എന്നുള്ളത്. ആക്ഷൻ സീക്വൻസ് റിയലിസ്റ്റിക് ആണ്, പക്ഷെ കുറേ ആക്ഷൻ സീക്വൻസുകളൊന്നും ഇല്ല. അതാണ്, കുറേ റിയലിസ്റ്റിക് ഫൈറ്റുകൾ കാണാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. പക്ഷെ ഇതിൽ പറയാൻ ആകെ ഒരു 1-2 ആക്ഷന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? പക്ഷേ ഈ സിനിമ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്ഷൻ സീക്വൻസോ കാര്യങ്ങളൊന്നുമല്ല. ഇതിൽ നമുക്ക് ക്യാരക്ടേഴ്സിനോട് കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, അതാണ്. കാരണം ഈ ഒരു സിനിമ ഈ ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരുന്നു. ഇപ്പം ചില സിനിമയിൽ ആക്ഷൻ ആവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അത് നന്നാവുകയാണെങ്കിൽ സിനിമ നന്നാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ക്യാരക്ടേഴ്സിനോട് തോന്നുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എനിക്ക് പേഴ്സണലി ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനോട് അത് തോന്നി എന്നുള്ളതാണ്. ജോൺ അബ്രഹാമിൻ്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും മുപ്പൊരാളുണ്ടെങ്കിലും ഇപ്പോൾ ഇതിൽ മാനുഷി ചില്ലാർ വരുന്നുണ്ട്. മാനുഷി ചില്ലാറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നല്ല സ്റ്റൈലാണല്ലോ മാനുഷി ചില്ലാർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ നല്ല മൂഞ്ച ലുക്കാണ്. മുടി ഇതുവരെ ഇങ്ങനെ മടക്ക് എന്തോന്ന് ചെയ്തിട്ട് ആണ് മാനുഷി ചില്ലാർ ഇതിൽ വന്നിട്ടുള്ളത്. മാനുഷി ചില്ലാറാണ് ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. ഞാൻ പിന്നെ അതിൻ്റെ കാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് അത് മാനുഷി ചില്ലാർ ആയിരുന്നു അറിയുന്നത്. ജോൺ അബ്രഹാമിൻ്റെ ടീമിലുള്ളതാണ് ആള്, മനസ്സിലായില്ലേ? പിന്നെ ജോൺ അബ്രഹാം സ്ഥിരം പോലെ ആ ക്യാരക്ടർ ക്യൂട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യൂട്ടിലും ക്യാരക്ടർ ആയിരുന്നു ജോൺ അബ്രഹാമിൻ്റെ. അതൊരു ക്യാരക്ടർ കുറച്ചും കൂടി റിയലിസ്റ്റിക്കുമാണ്, മനസ്സിലായില്ലേ? സിനിമയുടെ ഒരു പ്ലോട്ട് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഒരു 3 രാജ്യങ്ങൾ, ഇന്ത്യ, ഇസ്രായേൽ, ഇറാൻ തമ്മിലുള്ള ഒരു പൊളിറ്റിക്സ്, ഇന്ത്യയിലൊരു എക്സ്പോഷൻ നടക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒരു സംഭവം സംഭവിച്ചിട്ട് അത് ഇമോഷണലി അതിനോട് കണക്റ്റ് ആയിട്ട് ഇതിൻ്റെ ബാക്കിലുള്ളവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ജോൺ അബ്രഹാം നടക്കുന്നതാണ് പടം. അപ്പോൾ ഇത് ഈ ജോൺ അബ്രഹാം മാത്രമല്ല, ഇതിന് മനുഷ്യ ചില്ലറും മറ്റേ മൂപ്പരാളും ഉണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഈ ഒരു സിനിമ പൊതുവേ നമ്മളിപ്പോൾ കാണുമ്പോൾ എന്താ, ജോൺ അബ്രഹാമിൻ്റെ സിനിമ അങ്ങനെ ആണെന്നുള്ളതല്ല. പക്ഷെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് പോകണം പറഞ്ഞിങ്ങനെ തിരിയണം, മനസ്സിലായില്ല? ഒരു വൺ മാൻ ഷോ. പക്ഷെ ഈ ഒരു പടം അങ്ങനല്ല. അതിലിപ്പോൾ ജോൺ അബ്രഹാം ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്, പേടി വരുന്നുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇമോഷൻസും കൂടി ജോൺ അബ്രഹാമിൻ്റെ ഒരു മനുഷ്യന് അത്രേ ഉള്ളൂ ജോൺ അബ്രഹാം എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരു അപ്രോച്ച് ഈ ഒരു സിനിമയിൽ കിട്ടുമായിട്ട് വർക്കായിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ സിനിമ 2 മണിക്കൂർ കൊണ്ടാണ് തീർന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുമായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത്യാവശ്യം സ്ലോ പേസിൽ പോണ പല ഭാഗങ്ങളിൽ സിനിമയിലുണ്ട്. പക്ഷെ അങ്ങനെ വലിയ നെഗറ്റീവായിട്ടും തോന്നണില്ല. പക്ഷെ സ്ലോ പേസിൽ പോയോ എന്നുള്ളതല്ല, നമുക്ക് ബോറടിച്ചോ എന്നുള്ളതില്ല കാര്യം. എനിക്ക് പേഴ്സണലി 2 മണിക്കൂറിലും ബോറടിച്ചിട്ടില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഒന്ന് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ എന്തിനാണ് ഇതിനൊക്കെ പറ്റി സംസാരിക്കണം എന്നുള്ള ഒരു ഫീല് എനിക്ക് വന്നിരുന്നു. പക്ഷെ അങ്ങനെ ബോറടി എന്ന് പറഞ്ഞ ആ ഒരു ഇതിലേക്ക് പോണില്ല. ബോറടി എന്ന് വെച്ചാൽ നമ്മളെ ക്ഷമ കഴിയണമല്ലോ. അപ്പം എനിക്ക് ക്ഷമ കഴിഞ്ഞിട്ടില്ല. ഇനി തീരെ ക്ഷമ ഇല്ലാത്ത ഒരാളാണ് സിനിമ കാണാനെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പല ഭാഗങ്ങളും ബോറടിക്കുമായിരിക്കും, എനിക്കറിയില്ല, നിങ്ങൾ കണ്ടുവെക്കുക. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ് തെഹ്റാൻ എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഒരു അന്യായ പടം, അങ്ങനെ ഭയങ്കര പടം അങ്ങനെ ഒന്നുമില്ല. കുറേ ആൾക്കാർ കുറേ റിയലിസ്റ്റിക് ഫൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. എന്ത് കണ്ടിട്ടാണ് പറഞ്ഞത് എനിക്കറിയില്ല. ആകെയുള്ള ഒരു 1-2 ഫൈറ്റാണ്. ഇത് ഒരു ഫൈറ്റാണ് ഈ ക്ലൈമാക്സിലാണ്. പക്ഷേ ജോൺ അബ്രഹാം അറിയില്ല, ജോൺ അബ്രഹാം ചെയ്യുന്ന കാണാൻ പ്രത്യേക സ്റ്റൈലാണ്. ജോൺ അബ്രഹാമേ സ്റ്റൈലാണ്. കാരണം ജോൺ അബ്രഹാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളാണ്. അത് പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജോൺ അബ്രഹാം ചെയ്യുന്നത് കാണാനാണ്. ബാക്കിയുള്ളൊരു മോശം എന്നുള്ളതല്ല, കുറച്ചും കൂടെ പെർഫെക്ഷൻ ജോൺ അബ്രഹാമിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസിന് കിട്ടലുണ്ട്. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ ആസ് യൂഷ്വൽ ഈ സിനിമയിലുണ്ട്. ഒന്നാമത് അന്യായ സൈസാണല്ലോ ജോൺ അബ്രഹാം. അപ്പോൾ അതിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ടാവും. അപ്പോൾ അന്യായ സ്ക്രീൻ പ്രസൻസ് ആണ്. അതൊക്കെ ഞാൻ നേരെ പറഞ്ഞു. ജോൺ അബ്രഹാം ആസ് യൂഷ്വൽ ഈ ക്യാരക്ടർ കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനയക്കാരന നടനാണല്ലോ, കുറേ ലുക്ക് മാത്രമല്ലല്ലോ ചില നടന്മാരെ പോലെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടോക്സ് സൈനിങ് ഔട്ട്.